പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുന്ദരമായ വാർത്താ പ്രഭാതത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുമ്പോൾ ഈ 100 ദിവസത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിനാശംസകൾ, ഒപ്പം നബിദിനാശംസകളും. സർക്കാരിനെ സംബന്ധിച്ച് 100 ദിവസം പൂർത്തിയാക്കുന്ന ദിവസമാണ്. കണക്കെടുപ്പുകളൊക്കെ ഉണ്ട്. എല്ലാ പത്രങ്ങളിലും ഈ 100 ദിവസത്തെ പരിപാടികളെക്കുറിച്ച് വിദഗ്ധന്മാരൊക്കെ മാർക്കിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 10-5 ചിലർ കൊടുക്കുന്നത്, 10-6 ചിലർ കൊടുക്കുന്നത്. പ്രിയദർശിനിയും തൂഫാനുമാണ് സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, ക്ഷേമ പെൻഷൻ മുടങ്ങാതെ തന്നെ കൊടുക്കുന്നു എന്നുള്ളത് വീഴ്ച വരുത്തിയിട്ടില്ല എന്നുള്ളതിൽ ആശങ്കയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളാണ്. തൂഫാനും പ്രിയദർശിനിയും കയ്യടി നേടുമ്പോൾ മറുഭാഗത്ത് ഒട്ടേറെ വിവാദങ്ങൾ കൂടി ഉയർന്നിരുന്നു. ബന്ധു നിയമന വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ഹെലികോപ്റ്റർ വിഷയങ്ങൾ നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ ഇടപെടലുകളും മാധ്യമങ്ങളോടുള്ള സമീപനവും ഒക്കെ വലിയ ചർച്ചാ വിഷയമായി മാറിയ 100 ദിവസം കൂടിയാണ് കടന്നു പോകുന്നത്. എങ്ങനെ വിലയിരുത്താം ഈ 100 ദിവസത്തെ റോഷിപാൽ? അരുൺകുമാർ, വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് UDF സർക്കാർ അധികാരമേറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനും പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ പല നിലപാടുകളോടും പരസ്യമായി വിയോജിപ്പും വലിയ പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ച് അധികാരത്തിലെത്തിയ UDF സർക്കാർ തിരുത്തലുണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 പ്രധാന പരിപാടികളിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അത് യാഥാർത്ഥ്യമാക്കി ഈ 100 ദിവസത്തിനിടയിൽ. പക്ഷേ മറുഭാഗത്ത് PM ശ്രീയിൽ U-ടേൺ എടുക്കുന്നു എന്ന സൂചന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് UDF-നകത്തും കോൺഗ്രസിനകത്തും വലിയ തർക്കത്തിനും ഭിന്നതയ്ക്കും വഴിയൊരുക്കുന്നുമുണ്ട്. അതേസമയം തന്നെ തൂഫാനിലൂടെ മയക്കുമരുന്ന് വേട്ട സജീവമാക്കി ആഭ്യന്തരമന്ത്രി ജനശ്രദ്ധ നേടുകയും വലിയ ജനപിന്തുണ നേടുകയും ചെയ്യും. അത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് ഗുണം ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനമായി തന്നെയാണ് ഈ KSRTC ബസ്സിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതും പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. കാരണം സ്ത്രീകളായ ജോലിക്ക് പലയിടങ്ങളിൽ പോകുന്നവർക്ക് പ്രതിദിനം ചെലവാകുന്ന തുകയിൽ കുറവുണ്ടാകുന്നതെന്നാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബജറ്റ് അത് ഒതുക്കി നിർത്താൻ കഴിയും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ വിലയിരുത്തുന്നു. അതേപോലെ തന്നെയാണ് മറ്റ് പ്രഖ്യാപനങ്ങൾ, അതെങ്ങനെ നിറവേറ്റുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 6 മാസമെങ്കിലും വേണം സർക്കാരിനെ വിലയിരുത്താം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും ഉള്ളത്. അതേസമയം തന്നെ പ്രതിപക്ഷം കൃത്യമായി വിലയിരുത്തും. തുടക്കത്തിൽ തന്നെ ഉണ്ടായ വീര്യം കുറഞ്ഞ മദ്യത്തിന് വില നിശ്ചയിക്കുന്നതും അതിന്റെ വിൽപ്പന സംബന്ധിച്ച് അനുമതി നൽകുന്നതിലും വിവാദങ്ങളുണ്ടായി. അത് സർക്കാരിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. മറ്റത് മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിവാദ പ്രസ്താവനകളാണ്. CP ജോണിന്റെ ഭാഗത്തുനിന്നും ഒപ്പം K മുരളീധരന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായ വിവാദ പ്രസ്താവനകൾ, അതൊക്കെ സമൂഹത്തിൽ വലിയ രീതിയിൽ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു എന്ന വിലയിരുത്തലൊക്കെയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ പുനഃസംഘടന നടത്താത്തതുകൊണ്ട് പാർട്ടിയിലെ പ്രധാനപ്പെട്ട പിന്തുണ സർക്കാർ ലഭിക്കുന്നില്ല എന്ന വിമർശനം ഒരു ഭാഗത്തുണ്ട്. കോർപ്പറേഷൻ ബോർഡ് നിയമനങ്ങൾ ഇതുവരെ അതിന്റെ ചർച്ച പോലും പൂർത്തിയായിട്ടില്ല. അതൊക്കെ റോഷിപാൽ പറഞ്ഞതുപോലെ, താങ്ക് യു റോഷിപാൽ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ബോർഡുകളും കോർപ്പറേഷനുകളുടെ തലപ്പത്ത് പലരും രാജിവെച്ചു പോയി. രാജിവെക്കാതെ ബാക്കി അവശേഷിക്കുന്ന ചിലർ CPM നിയമിച്ചവരാണ്.